ലൂക്കോസ് അതിൻ്റെ അവസാന അധ്യായം ലൂക്കോസ് 24-ാം അധ്യായം അതിൻ്റെ 60-ാം ഇടത്തിലാണ്. ലൂക്കോസ് 24-ാം അധ്യായം അതിൻ്റെ 50, 51, 52. അനന്തരം അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ട് പോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കെ അവൻ അവരെ വിട്ടുപിരിഞ്ഞു, സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്തു? യേശു ബഥാനിയോട് അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുക അവൻ സ്വർഗാരോഹണം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മുടെ യേശു കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പറ, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അടുത്തിനാണ് കരകൊടുത്ത പറ, യേശു നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പറ, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ കേട്ട ശബ്ദമാണ്, ഒരു പെരുമഴ പെയ്തിറങ്ങുന്ന പോലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു അനുഗ്രഹത്തിന്റെ പെരുമഴ നമ്മുടെ മേൽ പെയ്തിറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിനാണ് കരം കൊടുത്ത് പറയാം, അനുഗ്രഹത്തിന്റെ പെരുമഴ നിങ്ങളുടെ മേൽ പെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറ, ഒരു അനുഗ്രഹത്തിന്റെ പെരുമഴ നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് പെയ്തിറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കാരണം നമ്മൾ കേട്ടതുകൊണ്ട് കാര്യമില്ല, നിങ്ങളിത് വിശ്വസിക്കണം. ദൈവം പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങളോട് ദൈവത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എൻ്റെ മക്കളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എൻ്റെ ഇന്നത്തെ അവസ്ഥയെല്ലാം മാറും. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നോ ആ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയും, നിങ്ങൾ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചേ മതിയാവുന്നുള്ളൂ. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, അനന്തരം അവൻ അവരെ ബഥാനിയോട് കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. യേശുവിന്റെ ശിഷ്യന്മാരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് അവരെ വിട്ടുപിരിഞ്ഞു അവൻ സ്വർഗാരോഹണം ചെയ്തു. അപ്പൊ യേശു കർത്താവ് അവസാനമായി ശിഷ്യന്മാരെല്ലാം വിട്ടുപിരിയുമ്പോൾ ചെയ്തെന്താണ്? അവരെ അനുഗ്രഹിച്ചു വിട്ടുപിരിഞ്ഞു. ഹല്ലേലൂയ. യേശു നമുക്ക് നമ്മളെ ശപിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, നമ്മളെ അടിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പറയാം, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തോളം ഇവിടെ നടന്നു, ശിഷ്യന്മാരുടെ ഒപ്പം നടന്നു. വീണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയൊക്കെ ചെയ്തതിനു ശേഷം 40-ാം ദിവസം വിട്ടുപിരിയുമ്പോൾ അവരെല്ലാം പിടിച്ചു നിർത്തിയിട്ട് അവരെ അനുഗ്രഹിച്ചിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. എന്ത് കഷ്ടതയല്ല, എന്ത് കണ്ണുനീരല്ല, എന്ത് പ്രശ്നമല്ല, എന്ത് ദാരിദ്ര്യമല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, ഇന്നൊരു കഷ്ടത ഉണ്ടെങ്കിൽ നാളെ ഒരു ഉയർച്ച ഉണ്ട്. ഹല്ലേലൂയ. ഇന്നൊരു കണ്ണുനീരുണ്ടെങ്കിൽ നാളെ ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. വിളിച്ചു പറയാൻ, എനിക്ക് ഇന്നൊരു കഷ്ടത ഉണ്ടെങ്കിൽ നാളെ ഒരു ഉയർച്ച ഉണ്ട്. ഹല്ലേലൂയ. ഇന്നൊരു കണ്ണുനീരുണ്ടെങ്കിൽ നാളെ ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ യേശു നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ശതാധിപൻ യേശുവിനോട് പറയണം, യേശുവേ, എൻ്റെ മകൻ രോഗം ബാധിച്ച് അവൾ അത്യാസനെ കിടക്കുകയാണ്. ഹല്ലേലൂയ. നീ ഇവിടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവൾ എൻ്റെ വീട്ടിൽ കിടക്കുന്ന കിലോമീറ്ററുകൾക്ക് അപ്പുറം എൻ്റെ വീട്ടിൽ കിടക്കുന്ന മകള് സൗഖ്യം.
ഹല്ലേലൂയ. മകള് സൗഖ്യ. ഹല്ലേലൂയ. എന്റെ യേശു എന്ത് ചെയ്തു? അവള് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ തന്നെ വരാം. ഹല്ലേലൂയ. സദാക്കൾ പറഞ്ഞത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, എന്റെ വീട്ടിൽ കിടക്കുന്ന മോക്ക് സൗഖ്യം വരും. പക്ഷേ യേശു എന്ത് ചെയ്തു? അവന്റെ കൂടെ അവന്റെ വീട്ടിൽ പോയി. അവന്റെ വിശ്വാസം വലുതായിരുന്നു. ഹല്ലേലൂയ. കർത്താവേ, നീ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, എന്റെ വീട്ടിൽ കിടക്കുന്ന മോക്ക് സൗഖ്യം വരും. നീ എന്റെ വീട്ടിൽ വരാൻ ഞാനൊരു യോഗ്യത ഉള്ളവനല്ല. സാധാരണ പറഞ്ഞ വാക്കാണ്. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ നീ ഇവിടുത്തെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. എന്റെ മോക്ക് സൗഖ്യം വരും. പക്ഷേ യേശുവിന് അവൻ ഇഷ്ടപ്പെട്ടിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ വീട്ടിൽ വരും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവന്റെ കൂടെ അങ്ങ് പോവുകയാണ്. ഹല്ലേലൂയ. പോകുന്ന വഴിക്കാണ് രക്തസ്രാവക്കാരത്തി സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊടുകയാണ്. ഹല്ലേലൂയ. ആ തൊങ്ങൽ തൊടുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അവൾക്ക് സൗഖ്യമായി. ഹല്ലേലൂയ. അപ്പോ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടപ്പോൾ തന്നെ മർക്കോസ് സുവിശേഷം അതിന്റെ 5-ാമത്തെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അതിന്റെ 25-ാമത് വചനം വായിക്കാം. 12 സംവത്സരം രക്തസ്രവമുള്ളവളും പല വൈദ്യന്മാരെ ഏറിയത് സഹിച്ച് തനിക്കുള്ളതൊക്കെ ചിലവഴിച്ച് ഒട്ടും ഭേദം വരാത്ത സ്ത്രീ യേശുവിന്റെ പുറകിലൂടെ പോയി അവൾ വസ്ത്രം തൊട്ടപ്പോ തന്നെ എന്ത് ചെയ്തു? അവൾക്ക് സൗഖ്യം വന്നു. കണ്ടോ? യേശുവിന്റെ അടുക്കൽ വന്ന് യേശു, കർത്താവേ എന്നോട് സൗഖ്യം വെക്കണമെന്നൊന്നും ആ സ്ത്രീ പറഞ്ഞില്ല. പക്ഷെ എന്ത് ചെയ്തു? ആരും അറിയാതെ ആ സ്ത്രീ പുറകിലൂടെ പോയി എന്ത് ചെയ്തു? തൊട്ടപ്പോ തന്നെ സെക്കൻഡ് സൗഖ്യം വന്നു. ഹല്ലേലൂയ. എന്നിട്ട് വീണ്ടും യേശു മുമ്പിലോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, ഈ ശതാധിപന്റെ വീട്ടിൽ നിന്ന് ആള് വന്ന് പറയുകയാണ്, അല്ലയോ യേശുവിനെ നിങ്ങൾ അസഹ്യപ്പെടുത്തണ്ട. ഹല്ലേലൂയ. അതിന് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട. കാരണം എന്താണ്? നിന്റെ മോള് മരിച്ചുപോയി, ഇനി യേശു വന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയണ, യേശു ആ വാക്ക് കാര്യമാക്കാതെ എന്ന് പറയാം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കേട്ട വാർത്ത എന്താണ്? പള്ളിപ്രമാണി ആ ശതാധിപൻ യേശുവിന്റെ അടുക്കൽ യേശുവിനോട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ മോൾ ജീവനോടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇപ്പോഴോ മോൾ മരിച്ചുപോയി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആൾക്ക് അവന്റെ ബന്ധുക്കളെന്ന് പറയണം, നീ ഇനി യേശുവിനെ കൂട്ടിക്കൊണ്ട് വരണ്ട, വന്നിട്ടൊന്നും കാര്യമില്ല, നിന്റെ മോൾ മരിച്ചുപോയി. ഹല്ലേലൂയ. പക്ഷേ യേശു എന്ത് ചെയ്തില്ല? ആ വാക്ക് കാര്യമാക്കിയില്ല. പറ, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ഞാൻ പറയാം, നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കണ്ണുനീരുകൾ കാര്യമാക്കേണ്ട. ഇന്ന് പകൽക്കല യേശു ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നിങ്ങൾ കാര്യമാക്കേണ്ട, കണ്ണുനീർ കാര്യമാക്കേണ്ട, വീട്ടിലെ ബുദ്ധിമുട്ടുകളെ കാര്യമാക്കേണ്ട. ഇന്ന് പകൽക്കാല യേശു നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശു നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഈ ശതാധിപനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? മോൾ എന്ത് ചെയ്ത്? മരിച്ചുപോയി. യേശു പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണോ? ഇന്ന് പകലിക്കാലം വിശ്വസിക്കാൻ തയ്യാറായോ? എത്ര വലിയ പ്രശ്നമാണെങ്കിലും നിന്റെ വീട്ടിന്റെ അകത്ത് അത്ഭുതം ചെയ്യാം എന്റെ യേശുവിനെ കൊണ്ട് പറ്റും. കാരണം എന്റെ യേശു നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ ശപിക്കുന്ന ദൈവമല്ല, നമ്മളെ കൊല്ലുന്ന ദൈവമല്ല, നമ്മളെ തകർക്കുന്ന ദൈവമല്ല, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിക്കാലം ഞാൻ പറയാം, ഏറ്റവും വലിയ വിഷയമാണ് മരണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചുപോയി. പക്ഷേ യേശു പറയാണ്, നീ ആ വാക്ക് കാര്യമാക്കണ്ട, നീ ഭയപ്പെടാതെ വിശ്വസിക്കുക മാത്രമേ ചെയ്യുക. ഇന്ന് പകൽക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ വലുതാണ്. പക്ഷെ അതിനെ ഓർത്ത് ഭയപ്പെടാതെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണോ? ഈ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായോ? നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. ഹല്ലേലൂയ. ഈ വിശ്വാസമാണ് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. കരങ്ങളടിച്ചാൽ ദൈവത്തെ സ്തുതിക്കുക. ഇത് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായോ? നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായോ? ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങൾ നിന്റെ വീട്ടിന്റെ അകത്ത് കയറി വരാം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായ, ഈ വചനത്തിൽ വിശ്വസിക്കാൻ തയ്യാറായ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത്
അത്ഭുതങ്ങൾ കയറി വരാം. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അത്ഭുതങ്ങൾ കയറി വരാം. ഈ വിശ്വാസമാണ് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം നെഗറ്റീവ് ആയിരിക്കുമ്പോഴും നിങ്ങൾ പറയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഇല്ല, എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും, ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. കള്ളു കുടിച്ച് വഴിതെറ്റി നടക്കുന്ന മകനാണെങ്കിൽ പോലും നിങ്ങൾ പറയേണ്ടത് ഒന്നേ ഉള്ളൂ, ഇല്ല, എന്റെ മകൻ നന്നാവും. നിങ്ങളുടെ ഭർത്താവ് വർഷങ്ങളായി നിങ്ങൾ കാണുകയാണ്, 25-30 വർഷമായി നിങ്ങൾ കാണുകയാണ്, കള്ളു കുടിച്ച് പ്രശ്നത്തിൽ നടക്കണം. എന്നാലും നിങ്ങൾ പറയണത്, ഇല്ല, എന്റെ ഭർത്താവ് കള്ളുകൂടി എല്ലാം മാറ്റി നന്നാവുന്നത് ഞാൻ കാണാം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ കാണാം എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായ, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾ കാണാൻ തയ്യാറായ, അത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, അത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിങ്ങൾ കാണും. ഹല്ലേലൂയ. ഇപ്പൊ സാഹചര്യം മൊത്തം നെഗറ്റീവ് ആയിരിക്കും. സ്വന്തമായിട്ട് വീടില്ലാത്തവർ പറഞ്ഞു, നിങ്ങൾ സ്വന്തമായിട്ട് വസ്തു വാങ്ങുന്നത്, വീട് വെക്കുന്നത് പറഞ്ഞു, ഇന്ന് പകൽ അത് നിങ്ങളുടെ പേര് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. വീട്ടിൽ കടഭാരം കൊണ്ട് വെറുതെ കൊണ്ട് നിങ്ങൾ കണ്ടോ, അതിന് നിങ്ങൾ മാറ്റിട്ട് തിരിച്ചു കണ്ട്, നിങ്ങളുടെ വീട്ടിനകത്ത് വായ്പയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നത് കണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നത് കണ്ട്, ഹല്ലേലൂയ. ഇതേപോലെ ഏത് സാഹചര്യമാണെങ്കിലും ഹല്ലേലൂയ, കുടിച്ചുകൊണ്ടത് ഭർത്താവ് ബഹളം ഉണ്ടാക്കുന്ന അവസ്ഥയായിരിക്കാം. പക്ഷെ നിങ്ങൾ തിരിച്ചു കണ്ട്, നിങ്ങളുടെ ഭർത്താവ് ദൈവത്തിന്റെ വേല ചെയ്ത് നിങ്ങൾ കണ്ട്, ബൈബിളും കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് നിങ്ങൾ കണ്ട്, ഇന്ന് പകൽക്കാലം അതിന് ഓപ്പോസിറ്റ് നിങ്ങൾ കാണാൻ തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുക. അത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാം. അത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ നോക്കാത്ത വ്യക്തിയായിരിക്കും. പക്ഷേ ഇന്ന് പകൽക്കാലം നിങ്ങളത് കണ്ട്, നിങ്ങൾ നല്ലവണ്ണം നോക്കുന്ന ഭർത്താവിനെ കണ്ട്, അത് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളുടെ മക്കൾ വഴിതെറ്റി ജീവിക്കുന്നവരായിരിക്കാം. അവർ നല്ലവണ്ണം ജീവിക്കുന്നത് കണ്ട്, ദൈവത്തിന് നിൽക്കുന്നത് കണ്ടോ, ഇന്ന് പകൽക്കാലം അത് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പകൽക്കാലം ഒരു വലിയ അനുഗ്രഹത്തെ സ്വീകരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം യേശു തന്ന വലിയ അനുഗ്രഹത്തെ ഇന്ന് പകൽക്കാലം നിങ്ങൾ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ ഇവിടെ ഇതാ പറയുകയാണ്, പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, യേശുവിനെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസ് യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണി വീട്ടിൽ വന്നാറെ ആരവാരത്തെ വളരെ കരഞ്ഞു വിലപിക്കുന്നവരെ കണ്ട് അകത്ത് കടന്ന്, നിങ്ങളുടെ ആരവാരവും കരച്ചില് എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത് അത്ര എന്ന് പറഞ്ഞു. അവരെ പരിഹസിച്ചു. ഹല്ലേലൂയ. യേശു പറയണം, നിങ്ങൾ എന്തിനാ ചുമ്മാ കരയുന്നേ? കുട്ടി മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങുന്നത് അത്ര എന്ന് പറഞ്ഞു. അവിടെ കൂടിയിരുന്നവരെല്ലാവരും എന്ത് ചെയ്തു? യേശുവിനെ കളിയാക്കി ചിരിച്ചു. യേശുവിനെ കളിയാക്കി ചിരിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതേപോലെ ആയിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ തന്നെ പലരും നിങ്ങളെ കളിയാക്കുന്ന അവസ്ഥയായിരിക്കാം. അയ്യോ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ബന്ധുക്കൾ കൈയടിക്കാമെന്ന് പറഞ്ഞ് എന്ത് കളിയാക്കുന്ന അവസ്ഥയായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആ പരിഹസിക്കുന്നതിന് മുമ്പിൽ വെച്ച് തന്നെ യേശു അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. ആരൊക്കെ കളിയാക്കിയോ അവിടെ മുമ്പിൽ വെച്ച് തന്നെ എന്ത് ചെയ്തു? യേശു അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? അങ്ങനെ ഇത് കളിയാക്കുന്നവരെ കണ്ടിട്ട് കാര്യാക്കിയില്ല. അവരെല്ലാവരെ പുറത്താക്കി. കുട്ടിയുടെ അപ്പനെ അമ്മയെ തന്നോട് കൂടെ ഉള്ളവരെ കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ച്, ബാലേ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്ന അർത്ഥത്തോടെ തലീല ഭൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. അവൾക്ക് 12 വയസ്സായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിഹസിച്ചവരുടെ നടുവിൽ തന്നെ അവർ നോക്കി നിൽക്കെ യേശു എന്ത് ചെയ്തു? അകത്തോട്ട് കയറി. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ കൈക്ക് പിടിച്ചിട്ട് യേശു പറയാണ്, ബാലെ എഴുന്നേൽക്ക്, തലീല ഭൂമി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഉടനെ തന്നെ ബാല എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. ഇത് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാണോ? മരണ വീടിനെ ആനന്ദത്തിന്റെ വീടാക്കി ദൈവം മാറ്റി. ആ മരണ വീടിനെ നൃത്തത്തിന്റെ വീടാക്കി മാറ്റി. യേശു പോയി കയറുമ്പോൾ കണ്ട കാഴ്ച കരഞ്ഞ് വിലപിക്കുന്ന ആൾക്കാരെ ആയിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇപ്പോൾ ചരിത്രം മാറി. ഹല്ലേലൂയ. മരണ വീടിനെ നൃത്തത്തിന്റെ വീടാക്കി ദൈവം മാറ്റി. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു?
ദൈവത്തിന്റെ സ്തുതിക്ക്. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഈ പള്ളി പ്രമാണിയുടെ വീട്ടിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം ചെയ്യാം. എന്റെ ദൈവത്തെ കൊണ്ട് മാറ്റാം. പള്ളിപ്രമാണിയുടെ വീട്ടിൽ യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റിയോ? പറ്റിയെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. പരിഹസിച്ചവരുടെ നിന്ദിച്ചവരുടെ നടുവിൽ വെച്ച് തന്നെ മരിച്ചു കിടന്ന ബാലയെ എന്റെ ദൈവം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞു മരിച്ചു, ബാല മരിച്ചു, ബാല മരിച്ചു, ബാല മരിച്ചു, ഇനി രക്ഷയില്ല, രക്ഷയില്ല എന്ന് പറഞ്ഞെടുത്ത് എന്റെ യേശു എന്ത് ചെയ്തു? ആ ബാലയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, തബീത ഖൂമി, ബാലെ എഴുന്നേൽക്ക. ഹല്ലേലൂയ. ഭാഷയിൽ തബീത ഖൂമി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ബാല ചാടി എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് സംഭവിക്കാൻ പോവുകയാണ്. എല്ലാവരും പറയും, എവർ തീർന്നു, എവർ തീർന്നു, ഇനി രക്ഷയില്ല, ഇനി രക്ഷയില്ല, എവർ തീർന്നു എന്ന് പറയും. പക്ഷേ അങ്ങനെ പറഞ്ഞ് പരിഹസിക്കുന്നവർ നോക്കി നിൽക്കേ, നിങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് കണ്ണുനീരിന്റെ വീടായ നിങ്ങളുടെ വീടിനെ ദൈവ ആനന്ദത്തിന്റെ വീടാക്കി ദൈവം മാറ്റുകയാണ്. നൃത്തത്തിന്റെ വീടാക്കി ദൈവം മാറ്റുന്നു. ഇന്ന് മക്കൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് സ്വീകരിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിങ്ങളെ പകരം പറയാം, എല്ലാവരും എഴുതിത്തന്നെ വ്യക്തിയായിരിക്കും. എല്ലാവരും എഴുതണം, ഇത് തീർന്നു, തീർന്നു, ഇനി രക്ഷയില്ല, രക്ഷയില്ല എന്ന് പറയുന്ന അവസ്ഥയായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം അവര് കാണുക, എന്റെ ദൈവം നിങ്ങൾക്ക് കരം തന്ന് നിങ്ങളുടെ കരത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പരിഹസിച്ചവരുടെ നടുവിലൂടെ എന്റെ ദൈവം നിങ്ങളെ നടത്താൻ പോകുകയാണ്. കരങ്ങൾ അടിച്ച് ഇന്ന് മകൾക്ക് ആരൊക്കെ പരിഹസിച്ചോ, ആരൊക്കെ നിന്ദിച്ചോ, ആരൊക്കെ നീ തീർന്നു പോയെന്ന് പറഞ്ഞോ, അവരുടെ നടുവിൽ എന്റെ യേശു നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്താൻ പോകുകയാണ്. ഇന്ന് മകൾക്ക് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളുടെ കുടുംബം ഒരുപക്ഷെ ആർക്ക് വേണ്ടാത്ത കുടുംബമായിരിക്കാം, എല്ലാവരും എഴുതി തള്ളിയ കുടുംബമായിരിക്കാം, ഇവർ രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന കുടുംബമായിരിക്കാം, ഇവർ തീർന്നു എന്ന് പറയുന്ന കുടുംബമായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, എല്ലാവർക്കും നിന്നാ മാത്രമായിരിക്കാം നിങ്ങൾ. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളെ നിന്ദിക്കുകയും തീർന്നു എന്ന് പറയുന്നവരുടെ മുമ്പിൽ യേശു നിങ്ങളെ കരം പിടിച്ച് അവിടെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നിങ്ങളെ നടത്താൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേര് ആമേൻ പറയും? എത്ര പേരുടെ ഉണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബം തീർന്നു പോയിട്ടില്ല. വിളിച്ചു പറ, ഞാൻ തീർന്നു പോയിട്ടില്ല, എന്റെ യേശു എഴുന്നേൽപ്പിച്ച് നടത്താൻ പോകുകയാണ്. ഞാൻ തീർന്നു പോയിട്ടില്ല, ഞാൻ തീർന്നു പോയിട്ടില്ല, എന്റെ യേശുവിന്റെ അനുഗ്രഹം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ പെയ്തിറങ്ങുകയാണ്. ഒരു അനുഗ്രഹത്തിന്റെ പെരുമഴ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് പെയ്തിറങ്ങുകയാണ്. ആ പള്ളി പ്രമാണിയുടെ വീട്ടിന്റെ അകത്ത് അനുഗ്രഹത്തിന്റെ ഒരു പെരുമഴ പെയ്തിറങ്ങിയത് പോലെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അനുഗ്രഹത്തിന്റെ ഒരു പെരുമഴ ഇന്ന് പകൽക്കാലം പെയ്തിറങ്ങാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ മക്കളെ കുറിച്ച് ഒരുപക്ഷെ നെഗറ്റീവ് പറയാ, നിങ്ങളുടെ മക്കള് കണ്ടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവർ ഗുണം പിടിക്കത്തില്ല, അവർക്ക് കണ്ണുകൂട്ടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കളെ കുറിച്ച് ഒരുപക്ഷെ നെഗറ്റീവ് പറയും. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ട് ഭാരപ്പെടരുത്. മക്കളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നത്, മക്കളുടെ വഴക്കിടാനും പോകരുത്. നിങ്ങൾ പറയേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എന്റെ യേശു എന്റെ മകന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെ ദൈവം കരം തന്ന് നിങ്ങളുടെ മക്കളെ ദൈവം എഴുന്നേൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളുടെ കരുത്തെ പിടിച്ചിട്ട് എല്ലാവരും നിങ്ങളുടെ മക്കളെ കുറ്റം പറഞ്ഞ് എല്ലാവരും ചിന്തിച്ച് മാറ്റിയിട്ടിരിക്കുമ്പോൾ ഇന്ന് മക്കൾക്കെല്ലാം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ മക്കളെ ദൈവം കരം കൊടുത്ത് അവരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കുറ്റം പറയുന്നവർ കാണുക, എന്റെ ദൈവം നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്. പലപ്പോഴും നമുക്കറിയാം, എല്ലാവർക്കും കുറ്റം പറയുന്നതാണ് പല കുറ്റം പറയും. ഹല്ലേലൂയ. അയൽപക്കത്ത് എന്തൊരു പ്രശ്നമാണ് നോക്കി കുറ്റം പറയും. ഹല്ലേലൂയ. സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് കുഴപ്പമില്ല, പക്ഷെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രശ്നം കൂടുതലാണ്. ഹല്ലേലൂയ. ചെറിയ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവർ അത് വലുതാക്കി എന്ത് ചെയ്യും? കുറ്റം പറയും. ഹല്ലേലൂയ. അവരെ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും എല്ലാം ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, അങ്ങനെ നിങ്ങൾ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ അവര് കാണുക അതേപോലെ തന്നെ എന്റെ ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കും. ഹല്ലേലൂയ. നിങ്ങളെ നിങ്ങളുടെ
മക്കളുടെ ചെറിയൊരു പ്രശ്നത്തെ അവർ വലുതാക്കി കാണിച്ച് നിങ്ങളെ നിന്ദിക്കുമ്പോൾ എന്റെ ദൈവം അതേപോലെ തിരിച്ച് അവരുടെ മുമ്പിൽ വലുതാക്കി കാണിക്കും. ആദ്യം മനസ്സിലാവുന്നു. അവർ നിങ്ങളെ ചെറിയ കുറ്റത്തെ കണ്ടുപിടിച്ച് വലുതായി കാണിക്കുമ്പോൾ എന്റെ ദൈവം അവിടെ വായ അടച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ എന്റെ ദൈവം നിങ്ങളെ ഉയർത്തി കാണിക്കുക. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മക്കളെ ദൈവം ഉയർത്തിയിരിക്കും. മനസ്സിലാക്കുന്നു. ഇന്ന് മക്കൾ വിശ്വസിക്കുക. ആ പള്ളിപ്രമാണിയുടെ വീട്ടിന്റെ അകത്ത് ദൈവം അവിടെ മകൾക്ക് ജീവനെ കൊടുത്തെങ്കിൽ നിങ്ങളെ വീട്ടിന്റെ അകത്ത് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളെ വീട്ടിന്റെ അകത്ത് എവിടെയൊക്കെ ഡെഡായി കിടക്കുന്നു, എവിടെയൊക്കെ തളർന്നു കിടക്കുന്നു, അതിന്റെ അകത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിങ്ങളുടെ മക്കളുടെ മേൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ ഭർത്താവിന്റെ മേൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുന്നു. എല്ലാ പ്രതീക്ഷകൾ അസ്തമിച്ച വ്യക്തിയായിരിക്കാം. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്ത് ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ 10:10 ഒരു വാക്യമുണ്ട്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കാനും കൊല്ലാനും സാത്താൻ വരും. ഹല്ലേലൂയ. എന്തിനൊക്കെ വരികയാണ്? വീട്ടിന്റെ അകത്ത് പിശാച് കയറിയിട്ട് മോഷ്ടിച്ച് അറുത്ത് മുടിച്ച് കൊന്ന്, ഹല്ലേലൂയ, അവൻ നിങ്ങളെ കൊണ്ടുപോകാനിരിക്കുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കാണ്, ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ പിശാച് തകർത്തിട്ടിരിക്കുന്ന നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഞാൻ വന്നിട്ട് എന്റെ ജീവനെ പകരുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പിശാച് നിങ്ങളുടെ മക്കളെ തകർത്തിട്ടിരിക്കുമ്പോ, നിങ്ങളുടെ കുടുംബത്തെ തകർത്തിട്ടിരിക്കുമ്പോൾ എന്റെ യേശു വന്നിട്ട് പിശാച് തകർത്തിട്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മക്കളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ യേശുവിന്റെ ജീവനെ പകരുക. മനസ്സിലാകുന്നോ? നിങ്ങൾ നിരാശപ്പെട്ട് പോകണ്ട. അയ്യോ ഞാൻ തീർന്നു പോയി, അയ്യോ ഞാൻ തീർന്നു പോയി, ഞാൻ തീർന്നു പോയി, എന്റെ മക്കൾ തീർന്നു പോയി, എന്റെ ഭർത്താവ് തീർന്നു പോയി, ഇനി എന്ത് ചെയ്യേണ്ടി എന്ന് പറഞ്ഞ നിരാശപ്പെട്ട് പോകണ്ട. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങി യേശുവിന്റെ ജീവൻ ഇന്ന് പകൽക്കാലം വീട്ടിന്റെ അകത്ത് വ്യാപരിക്കുന്നു. എവിടെ കേട്ടോ? നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് യേശുവിന്റെ ജീവൻ വ്യാപരിക്കുകയാണ്. പിശാച് എവിടെയൊക്കെ തകർത്തിട്ടിരിക്കുന്നു അവിടെയെല്ലാം ഇന്ന് മകൾക്ക് സ്വർഗ്ഗം ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് എന്റെ ദൈവം ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് മകൾക്ക് എവിടെയൊക്കെ നിങ്ങൾ തകർക്കപ്പെട്ടോ അതിന്റെ നടുവിൽ യേശുവിന്റെ ജീവൻ ഇന്ന് പകൽക്കാലം വെളിപ്പെടുക. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. എന്ന് പറയാം, യേശു അനുഗ്രഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാരെല്ലാം കൂട്ടി നിർത്തി കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹിച്ചു. എന്റെ യേശു അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്റെ യേശു അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ യേശു അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ. ഹല്ലേലൂയ. ഈ യേശു അനുഗ്രഹിച്ചു ശിഷ്യന്മാരെ. ഹല്ലേലൂയ. നമ്മുടെ യേശു അനുഗ്രഹത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാം, നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി മാറും. ഹല്ലേലൂയ. നിങ്ങൾ മക്കളെ അനുഗ്രഹിക്കുന്നവരായി മാറും. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി മാറും. നിങ്ങളുടെ ഭാര്യ അനുഗ്രഹിക്കുന്നവരായി മാറും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കളുടെ തലയിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം, മോനെ നീ ഒരു അനുഗ്രഹമാണെന്ന് പറയൂ. ഹല്ലേലൂയ. പറയൂ. നിങ്ങളുടെ ഭർത്താവിന്റെ തലയിൽ വെച്ച് പറയും, എന്റെ ഭർത്താവ് നിങ്ങളൊരു അനുഗ്രഹമാണെന്ന് പറയൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മക്കൾ അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭർത്താവ് അനുഗ്രഹമായി മാറും. നിങ്ങളുടെ ഭാര്യ അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. അവിടെ ഭാഗത്ത് എന്ത് തെറ്റ് കണ്ടാലും എന്ത് പ്രശ്നമാണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും മക്കളുടെ തലയ്ക്ക് വെച്ച് പറയണം, നീ ഒരു അനുഗ്രഹമാണ്, നീ ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ഭർത്താവിന്റെ തലയ്ക്ക് വെച്ച് പറയണം, നിങ്ങളൊരു അനുഗ്രഹമാണ് എന്നിങ്ങനെ പറയാൻ തുടങ്ങിക്കേ അവരൊരു അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റും. ഹല്ലേലൂയ. അവരൊരു അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റും. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവത്തിന് ഭയങ്കര മഹത്വം ഇതിനെ ചലിക്കുകയാണ്. ഹല്ലേലൂയ. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമായിട്ട് മാറ്റും. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? മറ്റുള്ളവർ അനുഗ്രഹിക്കുന്നവരായി മാറണം. വീട്ടിൻ്റെ അകത്ത് നിങ്ങൾ ആദ്യം തുടങ്ങണം. നിങ്ങളുടെ മക്കളെ കൈവച്ച് നിങ്ങൾ അനുഗ്രഹിക്കണം. ചെറുമക്കളെ തലയൊക്കെ വെച്ച് എന്ത് ചെയ്യണം? പറയണം, മക്കളെ നീ ഒരു അനുഗ്രഹമാണ്. ചിലരെ പോണ കഴിഞ്ഞ് നീ നശിച്ചുകൊണ്ട് പോകും.
അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയണം. മക്കൾ നോക്കി അങ്ങനെ ഒന്നും പറയരുത്. ഹല്ലേലൂയ. നിങ്ങൾ മക്കളെ തലേക്ക് അനുഗ്രഹിക്കും. നിങ്ങൾ ആദ്യം അവർ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, മോനെ നീ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. മോനെ നീ ഒരു അനുഗ്രഹമാണ്. ഭർത്താവ് പറഞ്ഞു നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. ഭാര്യ പറഞ്ഞു നീ ഒരു അനുഗ്രഹമാണ്. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ അതിന്റെ വായിന്ന് പുറത്ത് വരുമ്പോൾ തന്നെ അവർ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ ഒരു വാക്ക് നിങ്ങളെ വീട്ടിന്റെ അകത്ത് പറയൂ. ഈ ഒരു വാക്ക് നിങ്ങളെ വീട്ടിന്റെ അകത്ത് മുഴങ്ങണം. ഹല്ലേലൂയ. അല്ലാതെ നീ നശിച്ചുകൊണ്ട് പോകും, നീ ശാപമാണെന്നൊന്നും പറയരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളോട് പറയണം, നീ ഒരു അനുഗ്രഹമാണ്, നീ എനിക്കൊരു അനുഗ്രഹമാണ്. കള്ളു കുടിക്കുന്ന പ്രശ്നമുള്ള പോലെ പറയണം, നീ ഒരു അനുഗ്രഹമാണ്. കള്ളു കുടിക്കുന്ന പ്രശ്നമുള്ള ഭർത്താവ് പറയണം, നിങ്ങളൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാതെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? സാഹചര്യം നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് പറയേണ്ട കാര്യം, നീ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമാണ്. നീ എനിക്കൊരു അനുഗ്രഹമെന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ അനുഗ്രഹം നിങ്ങളുടെ മക്കളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ഭർത്താവിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ഭാര്യയുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ചെറുമക്കളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ മരുമക്കളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. ഇതൊരു അനുഗ്രഹമാണ് ഇവരെ ആരാധന. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് മക്കളിക്കാരെ ഞാൻ പറയാം, യേശു തന്റെ ശിഷ്യന്മാരെ പിടിച്ചീർത്തിട്ട് അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അതേപോലെ തന്നെ അവരെ അനുഗ്രഹമായി മാറി. എന്നിട്ട് അടുത്ത് പറയുന്നൊരു കാര്യം, നിങ്ങൾ ഇതാ അവിടെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടക്കരുത്, എല്ലാവരും ഓരോ സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടുത്തെ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ പകരാൻ പോകണം. വലിയൊരു അനുഗ്രഹത്തെ നിങ്ങളുടെ മേൽ പകരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഓരോ സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അതേപോലെ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അനുഗ്രഹം വെളിപ്പെടണോ, നിങ്ങളെ വീട്ടിന്റെ അകത്ത് ഒരുമിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹമായി മാറണോ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ, അപ്പനും അമ്മയും മക്കളും ചേർന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പം വന്നില്ലെങ്കിൽ അമ്മയും മക്കളും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിന്റെ അത് കുടുംബ പ്രാർത്ഥന മുടക്കരുത്. യേശു പറഞ്ഞ കാര്യം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ, നിങ്ങൾ ഒരു മനസ്സോടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം. അനുഗ്രഹത്തിന് മുന്നോടി എന്താണ്? പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അങ്ങനെ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് അവർ ശിഷ്യന്മാർ മാത്രമല്ല, യേശുവിന്റെ അമ്മ സഹോദരന്മാർ എല്ലാവരും 120 പേർ അടങ്ങുന്ന ഒരു സംഘം ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ നിറയപ്പെട്ടു. ഹല്ലേലൂയ. കാരണം എന്താണ്? അവിടെ മേൽ ദൈവം പകരപ്പെട്ട അനുഗ്രഹം എപ്പോഴാ വെളിപ്പെട്ട്? ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ മേൽ വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങളെ വീട്ടിന്റെ അകത്ത് ഒരു അനുഗ്രഹം വെളിപ്പെടണോ, നിങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കണം. വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ഉള്ളവരെല്ലാവരും എന്ത് ചെയ്യണം? ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് പ്രാർത്ഥന തുടങ്ങിയെങ്കിൽ അതിന്റെ പിന്നാലെ വീട്ടിന്റെ അകത്ത് ഒരു അനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് കുടുംബ പ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ അനുഗ്രഹം വെളിപ്പെടത്തില്ല. വീട്ടിന്റെ അകത്ത് പ്രാർത്ഥന തുടങ്ങിയെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഒരു അനുഗ്രഹം വെളിപ്പെട്ടു. യേശു ശിഷ്യന്മാരെ പിടിച്ചിരുത്തി അനുഗ്രഹത്തിന് പറഞ്ഞ കാര്യം, നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് നടക്കരുത്, അവിടെ ഇവിടെ പോയി ഇരിക്കരുത്, ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയാം, വേറെ ആരും വന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഒരു അനുഗ്രഹം നിങ്ങൾ കാണാം. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ കർത്താവേ, എന്റെ വീട്ടിന്റെ അകത്ത് ഒരു അനുഗ്രഹം കണ്ടേ പറ്റത്തുള്ളൂ, എന്റെ ഭർത്താവിന്റെ മേലെ ഒരു അനുഗ്രഹം കണ്ടേ പറ്റത്തുള്ളൂ, എന്റെ മക്കളുടെ മേലെ ഒരു അനുഗ്രഹം കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അനുഗ്രഹം എന്റെ ദൈവം നിങ്ങളുടെ പകരുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ്. മനസ്സിലാവുന്ന ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങൾ തീർച്ചയായും അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, ഒരു അനുഗ്രഹത്തിന്റെ പെരുമഴ ഇതിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിച്ചു തുടങ്ങുക, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. അതിന് പിന്നാലെ ഒരു അനുഗ്രഹം
നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് പെയ്തിറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ദൈവം അനുഗ്രഹമായിട്ട് മാറ്റാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഭയങ്കരമായ ദൈവമകത്തോട് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങി. ഇതിന്റെ ഭയങ്കരമായ ഒരു അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്തിറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതാ ഏലിയാവ് പ്രാർത്ഥിച്ചു. ആദ്യം പ്രാർത്ഥിച്ചു പോയി തന്റെ ശിഷ്യനോട് പറഞ്ഞു, ഗേഹസി പറഞ്ഞു, നീ പോയി നോക്ക് വല്ല മേഘം വല്ല വരുന്നത് എന്താ. ഗേഹസി പറഞ്ഞു ഇല്ല. ഹല്ലേലൂയ. വീണ്ടും പ്രാർത്ഥിച്ചു. വീണ്ടും ഗേഹസിയോട് പറഞ്ഞു ഇല്ല ഇല്ല വരുന്നില്ല, ഒന്നും കാണുന്നില്ല. വീണ്ടും പ്രാർത്ഥിച്ചു. മൂന്നാമത് ഗേഹസിയെ പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. നാലാമത് പ്രാർത്ഥിച്ചു. ഇതായി ഗേഹസിയെ പറഞ്ഞിട്ടില്ല. ഗേഹസി മടങ്ങിയെന്ന് പറഞ്ഞില്ല, ഞാനൊരു മേഘവും കാണുന്നില്ല. അഞ്ചാമത് പ്രാർത്ഥിച്ചു. അഞ്ചാമത് ഗേഹസിയെ പറഞ്ഞിട്ടില്ല. ഗേഹസി പറഞ്ഞില്ല, ഞാനൊന്നും കാണുന്നില്ല. ആറാമത് പ്രാർത്ഥിച്ചു. ആറാമത് ഗേഹസിയെ പറഞ്ഞു ജപം പറഞ്ഞില്ല, ഞാനൊന്നും കാണുന്നില്ല. അടുത്ത് ഏഴാമത് പ്രാർത്ഥിച്ചിട്ടോ ഇതിന്റെ വീട്ടിൽ പറഞ്ഞു ഗേഹസി നോക്കാൻ പറഞ്ഞു. അവന് എന്നെ മടുപ്പ് തോന്നി. അവൻ പറഞ്ഞു ഞാൻ ആരോട്ടും പോയിട്ട് ഒന്നും കണ്ടില്ല, ഇനി പോണെന്ന് ചോദിച്ചു. ഏലിയാവ് നീ പോടാ, നീ പോയി നോക്കാൻ പറഞ്ഞു. ഏഴാം പ്രാവശ്യം പോയി ഗേഹസി നോക്കിയപ്പോൾ ഗേഹസി പറഞ്ഞു ഇപ്പോൾ കൈവെട്ടി പോലെ ഒരു മേഘം പൊങ്ങുന്നുണ്ട്. 6 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഒരു അനുഗ്രഹം കണ്ടില്ല, ഒരു മേഘവും കണ്ടില്ല. ഇപ്പൊ ഗേഹസി പറഞ്ഞില്ല, ഏഴാമത്തെ പ്രാവശ്യം നോക്കിയിട്ട് പറയുകയാണ്, ഇല്ല ഇപ്പൊ കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങുന്നത് ഞാൻ കാണുന്നു. ഏലിയാവ് നീ ഓടിക്കോ, ആരെയും തുണി കെട്ടി നീ ഓടിക്കോ. ഇതിന്റെ പിന്നിൽ വലിയൊരു അനുഗ്രഹത്തിന്റെ ഇടിമുഴക്കത്തോടെ പെയ്തിറങ്ങുന്ന മഴ പെയ്യാൻ പോകുന്നു പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? ഗേഹസി ഇറങ്ങി ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഏലിയാവ് ഓടി. ഇതാ രാജാവ് പറഞ്ഞു, രാജാവേ വേഗം നിനക്ക് രക്ഷപ്പെട്ട് ഇറങ്ങി ഓടാൻ പറഞ്ഞു. ഏതാ രാജാവ് ഇതാ രഥത്തിൽ ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഏലിയാവ് രാജാവിന്റെ രഥത്തിന്റെ മുന്നാലെ ഓടി. ഹല്ലേലൂയ. ഇതാ വലിയ ഇടിമുഴക്കത്തോടെ പെയ്തിറങ്ങുന്ന മഴ അവിടെ പെയ്തിറങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് തിരിച്ചിറങ്ങുക, നീ വിശ്വാസത്തോടെ ഓടാൻ തുടങ്ങുക. വിശ്വാസത്തോടെ കാണുക. ഇത് അനുഗ്രഹത്തിന്റെ ഇടിവെട്ടി പെയ്തിന്റെ പെരുമഴ ഇതാ പെയ്തിറങ്ങാൻ പോകുന്നു. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. അബ്രഹാം അനുഗ്രഹമായതുപോലെ അനുഗ്രഹം വരുന്നുണ്ട്. അബ്രഹാം അനുഗ്രഹമായതുപോലെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. ജോസഫുമാരിന്റെ പേറ്റതുപോലെ സാധ്യത വരുന്നുണ്ട്. ജോസഫുമാരിന്റെ പേറ്റതുപോലെ സാധ്യത വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. ഗുരുവിനെ കാഴ്ച സൗഖ്യം വരുന്നുണ്ട്. ഗുരുവിനെ കാഴ്ച സൗഖ്യം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട്
വിജയം Hey!
ദൈവത്തിന്റെ ഭയങ്കരമായ വിഭാഗത്തെ വ്യാപരിക്കുകയാണ്. ഇത് പകരക്കാലം ജോലി ഇറങ്ങി ചെയ്യുകയാണ്. ഓഹോ അങ്കിലേക്കത്തിന്റെ പെരുമഴ പെയ്തിറങ്ങുന്നു. ഓഹോ വിചാരിക്കുന്ന അപ്പുറം ചെയ്യാൻ കഴിവുള്ള ദൈവം ഇറങ്ങിക്കൊണ്ട് ചിന്തിച്ചവൻ ചന്ദ്രനെ ചിന്തിച്ചവൻ ഭൂമിയെ ചിന്തിച്ചവൻ ഇത് പകരക്കാലം ഇറങ്ങിക്കൊണ്ട് ദൈവത്തിന് ഭയങ്കര ജോലികൾ വരുത്തുകയാണ്. ജനങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് പകരക്കാലത്തിന് സൃഷ്ടിപ്പുകൾ ദൈവം ചെയ്യുകയാണ്. ഓഹോ ചില സൃഷ്ടിപ്പുകൾ ചെയ്യുന്നു. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വരുന്നുണ്ട്. ജനങ്ങളെ ചിന്തിക്കുക. ജനങ്ങളെ ദൈവത്തിന് സൃഷ്ടിപ്പുകൾ പകരക്കാലം എന്റെ ദൈവം നിങ്ങൾക്ക് ചെയ്യുന്നു. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വരുന്നു. പകൽക്കാലം ഞാൻ പറയാൻ നിങ്ങൾ കുറിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ മക്കളുടെ തലയെ കുറിച്ച് നീ ഒരു അനുഗ്രഹമാണ്. ഓടി ഓടി ഇപ്പൊ മക്കളുടെ തലയ്ക്ക് തരാം. ഇപ്പോ നീ ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹമാണ് മക്കളുടെ തലയ്ക്ക് തരാം. മക്കളൊരു അനുഗ്രഹമാണ്. ഹാലേലൂയ. അടുത്തയാണ് പറ നീ ഒരു അനുഗ്രഹമാണ്. നീ ഒരു അനുഗ്രഹമാണ്. യേശുവിന്റെ നാമത്തിൽ പറ കർത്താവേ നീ ഒരു അനുഗ്രഹമാണ്. നീ ഒരു അനുഗ്രഹമാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പറ നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളൊരു അനുഗ്രഹമാണ്.
ഇന്ന് പകലിക്കാലം ഞാൻ പറയാം, നിങ്ങൾ വീട്ടിന്റെ അകത്ത് നിങ്ങൾ ഇന്ന് തുടങ്ങണം. ഹല്ലേലൂയ. മക്കളുടെ തലയിൽ വെച്ച് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാണ്. അപ്പന്റെ തലയിൽ വെച്ച് നിങ്ങൾ അനുഗ്രഹമാണ്. അമ്മയുടെ തലയിൽ നിങ്ങൾ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഭർത്താവ് തലയിൽ വെച്ച് നിങ്ങൾ അനുഗ്രഹമാണ്. ഭാര്യ തലയിൽ വെച്ച് നിങ്ങൾ അനുഗ്രഹമാണ്. ഇന്ന് പകലിക്കാലം വിളിച്ചു പറ, എന്റെ ഭവനം അനുഗ്രഹമാണ്. എന്റെ ഭവനമാണ് ഏറ്റവും നല്ല ഭവനം. ഹല്ലേലൂയ. വാടകയ്ക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഈ ഭവനമാണ് അനുഗ്രഹമാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഭവനം ഏറ്റവും അനുഗ്രഹമാണ്. പറ, എന്റെ ഭവനം ഏറ്റവും അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിക്കാലം ഞാൻ പറയാം, വാടക കിടക്കുന്നത് ഞാൻ പറയാം, നിങ്ങൾ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. പുതിയൊരു ഭവനം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. വസ്തു വിടക്ക് ദൈവം തരാൻ പോവുകയാണ്. ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. വിവാദനം ദൈവത്തിന്റെ കാര്യം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. പറ, തലയ്ക്ക് ചോര, ഞാനൊരു അനുഗ്രഹമാണ്. ഞാനൊരു അനുഗ്രഹമാണ്. ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ മക്കളൊരു അനുഗ്രഹമാണ്. എന്റെ ഭർത്താവ് ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറ, ഞാനൊരു അനുഗ്രഹമാണ്. ഞാനൊരു അനുഗ്രഹമാണ്. ഞാനൊരു അനുഗ്രഹമാണ്. ഞാനൊരു അനുഗ്രഹമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, നീ അനുഗ്രഹിക്കപ്പെടുന്നതെല്ലാം അനുഗ്രഹമായിരിക്കും. നീ തൊടുന്നതെല്ലാം അനുഗ്രഹമായിരിക്കും. നീ അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. പുറത്ത് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകൽക്കാലം നിങ്ങളെ ഒരു അനുഗ്രഹമായി കർത്താവ് മാറ്റുകയാണ്. ഇന്ന് ഒരുപക്ഷെ നിങ്ങളൊരു ശാപമായിരിക്കാം. ആർക്കും വേണ്ടാത്ത വ്യക്തിയായിരിക്കാം. ഇന്ന് ദൈവം പറയുന്നു, നീ ശാപമല്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയാണ്. നീ ശാപമല്ല. മറ്റുള്ളവർക്ക് നീ ഒരു ശാപമായിരിക്കും. മറ്റുള്ളവർ പറയും, നീ എന്റെ വീടിന്റെ അകത്ത് വാഴണ്ട, നീ ഒരു ശാപമാണ്, മാറുന്നില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്താം. പക്ഷെ ദൈവം പറയുന്നത്, നീ ഒരു ശാപമല്ല, നീ ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ മക്കളൊരു ശാപമല്ല, അവരൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ മക്കളും ശാപമല്ല, നിങ്ങളൊരു അനുഗ്രഹമാണ്. എന്റെ ദൈവത്തിന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മറ്റുള്ളവർ നിങ്ങൾ ശാപം മാറ്റി നിർത്തല്ലോ. എന്റെ ദൈവം പറയുന്നു, നീ ഒരു അനുഗ്രഹമാണ്. നീ ഒരു അനുഗ്രഹമാണ്. നീ ഒരു അനുഗ്രഹമാണ്. നീ ഒരു അനുഗ്രഹമാണ്. ഓ ജീസസ്, 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 ജീസസ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭയങ്കര മുഖത്തോട് വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഞാൻ പറയാം, ആ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. നിങ്ങൾ ശാപമല്ല, നിങ്ങൾ അനുഗ്രഹമാണ്. നിങ്ങൾ ശാപമല്ല, നിങ്ങൾ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. എബേസിനെ അനുഗ്രഹിച്ചവൻ. ഹല്ലേലൂയ. എബേസിനെ കുറിച്ച് അവന്റെ അമ്മ പറഞ്ഞു, യവൻ ശാപമാണ്. ഹല്ലേലൂയ. അവൾ പ്രസവിച്ചപ്പോഴേ പറഞ്ഞു, യവനെ ഞാൻ പ്രസവിച്ചത് മറ്റു മക്കളെ പ്രസവിച്ചത് പോലെയല്ല. യവനെ ഞാൻ പ്രസവിച്ചത് കഠിന വേദനയോടെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ അമ്മ അവനെ എബേസ് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ഭയങ്കര വേദനയോടെ പ്രസവിച്ചു, അതുകൊണ്ട് ശവിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിട്ട് അവൻ എബേസ് എന്ന് പേരിട്ടു. പക്ഷെ ആ എബേസിനെ ദൈവം അനുഗ്രഹിച്ച് അവന്റെ ആതിരികളെ വിസ്താരമാക്കിയെങ്കിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം ആരോടൊക്കെ പറയുന്നു, നീ ഒരു ശാപമെന്ന് മറ്റുള്ളവർ പറയും. ദൈവം പറയുന്നു, നീ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞാനിവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ശിഷ്യന്മാരെ അനുഗ്രഹിച്ചത് പോലെ കരങ്ങൾ ഉയർത്തി ദൈവം അവരെ അനുഗ്രഹിച്ചത് പോലെ ഈ പ്രിയപ്പെട്ട മക്കളെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇവർ അനുഗ്രഹമായി മാറട്ടെ. ഇവർ അത്ഭുതമായി മാറട്ടെ. ഇവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ മക്കൾ അനുഗ്രഹമായി മാറട്ടെ. ഇവർ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. ഇവർ തലമുറകൾ അനുഗ്രഹമായി മാറട്ടെ. ഭർത്താവ് അനുഗ്രഹമായി മാറട്ടെ. കല്ലുകളിലെല്ലാം മാറട്ടെ. വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. എന്ന് വായിക്കത്തോടെ യേശുവേ, 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 യേശുവേ. വിളിച്ചു പറ, ഞാനൊരു അനുഗ്രഹമാണ്. ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ മക്കൾ അനുഗ്രഹമാണ്. എന്റെ ഭർത്താവ് അനുഗ്രഹമാണ്. എന്റെ കുടുംബം അനുഗ്രഹമാണ്. എന്റെ അപ്പനമ്മ അനുഗ്രഹമാണ്. എന്റെ സഹോദരങ്ങൾ അനുഗ്രഹമാണ്. ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ ഭവനം അനുഗ്രഹമാണ്. എന്റെ ദേശം അനുഗ്രഹമാണ്. ഞാനൊരു അനുഗ്രഹമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ശമിക്കുന്നവരെ ഞാൻ ശമിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് പറയണം, നിങ്ങളൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അത്ഭുതക്കാരോടെ വ്യാപരിച്ചാണ് യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ.
ഈ ഒരു സൈഡ് വേദന ഭാരപ്പെടുന്ന ആരെങ്കിലുണ്ടോ? ഈ ഒരു സൈഡിൽ ഫുള്ള് വേദന ഭാരപ്പെടുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ തൊട്ട് സൗഖ്യമാക്കി ഇപ്പോൾ യേശുവിൻ ഞങ്ങളുടെ ഫ്രണ്ടോട് വരാമോ കർത്താവ്? ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഒരു സൈഡ് വേദന ഭാരപ്പെടുന്ന ഇപ്പോൾ സൗഖ്യം. എല്ലാവരും ഇപ്പോൾ സൗഖ്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സൗഖ്യമാണ് ഞാൻ കൽപ്പിക്കുന്നത്. ഒരു സൈഡ് വേദനയാൽ ഭാരപ്പെടുന്ന ഒരു ബോധന സൗഖ്യമാണ്. എല്ലാ അശ്വസ്ഥ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഭയങ്കര സൗഖ്യം വ്യാപരിക്കും. യേശുവിൻ നാമത്തിൽ സൗഖ്യം. ഇപ്പൊ സൗഖ്യമാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാണ് ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാണ് ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാണ് ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്തു. ഒരു സംബന്ധിച്ചവരെല്ലാം വിട്ടുമാറാൻ ഭയങ്കര സൗഖ്യം വ്യാപരിക്കുന്നു. കഥ ചെയ്തത് യേശുവിൻ നാമത്തിൽ പിതാവാണ്. ഈ കാലിൽ നടക്കാൻ പോലും വയ്യാതെ ഭാരപ്പെടുന്നുണ്ട്. ഒരു കാലിന് വേദന ഭാരപ്പെടുന്ന ഒരു ബോധന കാലിലെല്ലാം വേദനയും ബോധന വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. കാരണം ഈ ബോധന അതിൻ്റെ പരിപൂർണ്ണ സൗഖ്യമാണ്. കാലിലെല്ലാം ബുദ്ധിമുട്ടി ബോധന വിട്ടുമാറാൻ കാലിലെല്ലാം വേദനയും ബോധന സൗഖ്യമാണ് ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബോധന ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ അത്ഭുത കരച്ചിരിക്കുന്നു. സ്വർഗത്തിൽ ഇറങ്ങി വൻകാര്യങ്ങൾ ചെയ്യും. ദൈവത്തെ അയക്കണം. യേശുവിൻ്റെ രക്തങ്ങൾ ഞാൻ മുദ്രപിക്കുന്നു. അതിൻ്റെ കൂടെ ഇരിക്കണം. അത്ഭുതങ്ങൾ ചെയ്യും. എല്ലാവരും ഞാൻ അനുഗ്രഹിക്കുന്നു. അവിടെ ദൈവശക്തി വ്യാപനം എല്ലാ അശ്വസ്ഥ മാറട്ടെ. കാല ബുദ്ധിമുട്ടെല്ലാം വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലതിൻ്റെ കൂടെ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തെ അയക്കണം. യേശുവിൻ നാമത്തിൽ ചെയ്തതിന് യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ആശീർവാദമുള്ള കർത്താവ് യേശുവിന്റെ കൃപയും പരിസംസരം കൂട്ടായി എല്ലാവരും നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.